കറണ്ട് അഫെയേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2026 ഫെബ്രുവരിയിൽ നടന്ന ഇന്ത്യ AI ഇമ്പാക്റ്റ് ഉച്ചകോടിയുടെ വേദി. 2026 ഫെബ്രുവരിയിൽ നടന്ന ഇന്ത്യ AI ഇമ്പാക്റ്റ് ഉച്ചകോടിയുടെ വേദി ന്യൂഡൽഹി. 2026 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് കാർലോസ് അൽക്കാരസ്. 2026 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് കാർലോസ് അൽക്കാരസ്. അടുത്ത ചോദ്യം, 2026 ലോക തണ്ണീർത്തട ദിന പ്രമേയം. തണ്ണീർത്തടങ്ങളും പരമ്പരാഗത അറിവും സാംസ്കാരിക പൈതൃകം ആഘോഷിക്കുന്നു. അപ്പോൾ 2026 ലോക തണ്ണീർത്തട ദിന പ്രമേയം തണ്ണീർത്തടങ്ങളും പരമ്പരാഗത അറിവും സാംസ്കാരിക പൈതൃകം ആഘോഷിക്കുന്നു. ലോക തണ്ണീർത്തട ദിനം എന്നാണ്? ഫെബ്രുവരി 2. ചരിത്രത്തിലാദ്യമായി സുപ്രീം കോടതിയിൽ നേരിട്ടെത്തി വാദിച്ച മുഖ്യമന്ത്രി മമതാ ബാനർജി. ചരിത്രത്തിലാദ്യമായി സുപ്രീം കോടതിയിൽ നേരിട്ടെത്തി വാദിച്ച മുഖ്യമന്ത്രി മമതാ ബാനർജി. സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവ് ആലിൻ ഷെറിൻ. സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവ് ആരാണ്? ആലിൻ ഷെറിൻ. ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായി ചുമതലയേറ്റത് ആരാണ്? താരിഖ് റഹ്മാൻ. താരിഖ് റഹ്മാനാണ് ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായി ചുമതലയേറ്റത്. അദ്ദേഹം ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയിലെ അംഗമാണ്. രാജ്യത്ത് നഗരനയം തയ്യാറാക്കിയ ആദ്യ സംസ്ഥാനം കേരളം. കേരളമാണ് രാജ്യത്ത് നഗരനയം ആദ്യമായി തയ്യാറാക്കിയ സംസ്ഥാനം. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ സോളാർ വാട്ടർ ട്രാൻസ്പോർട്ട് സ്റ്റേഷൻ ഏതാണ്? വൈക്കം. വൈക്കമാണ് ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ സോളാർ വാട്ടർ ട്രാൻസ്പോർട്ട് സ്റ്റേഷൻ. 2025 BBC ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് സ്മൃതി മന്ദാന. 2025 BBC ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് സ്മൃതി മന്ദാന. കേരള സർക്കാർ നിയമിച്ച 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ ചെയർമാൻ ഡോക്ടർ VP ജോയ്. കേരള സർക്കാർ നിയമിച്ച 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ ചെയർമാൻ ഡോക്ടർ VP ജോയ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.